പൊന്നു, കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലൊരു കല്യാണം നടന്നു കണ്ടു. അപ്പുറത്തെ കുഞ്ഞിരാവിന്റെ കല്യാണം മുടങ്ങിയില്ലേ? ഈടോ നിശ്ചയിച്ചുറപ്പിച്ച് ഏതെങ്കിലും ഒരു കല്യാണം അവിടെ നടന്നിട്ടുണ്ടോ? ഇവിടെ എന്താ ശാപമുണ്ട്. അത് ശരിയാ, അത് ശരിയാ. കുട്ടേട്ടനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. വലത്ത് കലോർപ്പിച്ച് വെച്ചത്. അമ്മ ആകസ്മികമായി ഒരു കല്യാണം കഴിക്കേണ്ടി വന്നു. കുട്ടന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനുണ്ട്. കല്യാണം കഴിഞ്ഞാലും വിട്ടുകൊടുക്കരുത്. രേഷ്മയെ തന്നെ നീ പ്രേമിക്കണം. ഒരു ദിവസം അവളുടെ കെട്ടിയോനെ ഡൈവേഴ്സ് ചെയ്ത് നിന്റെ കൂടെ ഇറങ്ങി വരും. ലാലു, ലാലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ രേഷ്മയെ കണ്ണുകൊണ്ട് നോക്കരുത്, പ്ലീസ്. അവളിപ്പോ നിന്റെ ഏട്ടത്തി അമ്മയാണ്. പഴയതൊക്കെ നീ മറക്കണം. ഒക്കെ പറ്റിപ്പോയടാ. ഞാനെങ്ങനെ ഓർക്കാനോ കുട്ടേട്ടാ? രേഷ്മ എന്റെ നെഞ്ചി ഒട്ടിയിരിക്കുക. കുട്ടേട്ടൻ തന്നെയല്ല ഫെവിക്കോൾ തേച്ചത്. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. ലാലു, അപ്പം കുട്ടാ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയേക്കുവാ. നീ പരമേട്ടന്റെ മോൾ മല്ലികയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവക്ക് ഈടായിട്ട് നിന്നെ കാണുമ്പോൾ നാണവും ഒളിഞ്ഞു നോട്ടവും വെപ്രാളവും. നമ്മുടെ മല്ലികോ? നീ 10 പാസ്സാവാൻ വേണ്ടി അവൾ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യവാടാ, മല്ലികക്ക് ശരിക്കും നീയാ മാച്ച്. നീ നോക്കിക്കേ, അവൾ വളയും. നിന്റെ കുട്ടേട്ടനുണ്ട് കൂടെ. ശരി മോളെ. For more updates, like, comment, subscribe to our channel.